ആളുകളോട് എപ്പോഴെങ്കിലും മിണ്ടാതിരുന്നിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിത പങ്കാളിയോടോ, മക്കളോടോ, സുഹൃത്തുക്കളോടോ, സഹപ്രവർത്തകരോടോ, അയൽവാസികളോടോ ഒക്കെ ഈ മിണ്ടാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കൊരു ചെറിയ സമ്മർദ്ദം, പ്രഷർ അനുഭവപ്പെടാറില്ലേ? ചെറിയൊരു പിരിമുറുക്കം അനുഭവപ്പെടാറില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ചില അധ്യാപകരൊക്കെ പറയാറുണ്ട്, എല്ലാ സങ്കടങ്ങളും മറക്കാറുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ. ക്ലാസ് എടുക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മറക്കാറുണ്ട്. കാരണം അവിടെ നടക്കുന്നത് ഒരു ആശയവിനിമയമാണ്, അത് വേറൊരു ലോകമാണ്. ഇതുപോലെ നമ്മൾ ആരോടും മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് അത് സ്വസ്ഥത നൽകുന്നുണ്ടെന്ന്. അത് ശരിയാണ്, ചില ഘട്ടങ്ങളിൽ നമുക്ക് ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ പറയുന്നത് ആളുകൾ മിണ്ടാതെ, ആളുകളിൽ നിന്നും ഡിസോസിയേറ്റ് ചെയ്തുകൊണ്ട്, ഒറ്റപ്പെട്ടുകൊണ്ട് മാറിയിരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയ ഭാരം നൽകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, നമ്മുടെ സന്തോഷത്തിൻ്റെ അളവ് കുറയും, നമ്മുടെ ഉന്മേഷം കുറയും, നമ്മുടെ ആരോഗ്യം കെട്ടുപോകും, നമ്മൾ രോഗിയായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴും സന്തോഷത്തോടെ ആളുകളോട് ഇടപഴകാൻ, സംസാരിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ ലീഡ്സ് ടു യുവർ പീസ് ഓഫ് മൈൻഡ് എന്നാണ് പറയുക. ആശയവിനിമയം നിങ്ങളെ മനസ്സമാധാനവുമായിട്ട് കണക്റ്റഡ് ആണ്. കമ്മ്യൂണിക്കേഷൻ ലീഡ്സ് ടു പീസ് ഓഫ് മൈൻഡ്. കമ്മ്യൂണിക്കേഷൻ സി ലീഡ്സ് ടു പീസ് ഓഫ് മൈൻഡ്. PM ഒരു CPM നമുക്കവിടെ കാണാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ലീഡ്സ് ടു പീസ് ഓഫ് മൈൻഡ്. ആൻഡ് മറ്റൊരു കാര്യം കൂടെ വേണമെങ്കിൽ പറയാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ മേക്സ് യു CH. കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ ഒരു CH ആക്കും. കമ്മ്യൂണിക്കേഷൻ മേക്സ് യു ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ. നിങ്ങൾ കൂടുതൽ ആരോഗ്യവാനും കൂടുതൽ സന്തോഷവാനുമായിരിക്കും ആളുകളോട് സംസാരിക്കുമ്പോൾ. അതുകൊണ്ടാണല്ലോ ആളുകൾ സമയം കണ്ടെത്തി സുഹൃത്തുക്കളോടൊപ്പം, കുടുംബക്കാരോടൊപ്പം, ബന്ധുക്കളോടൊപ്പം ഒക്കെ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ നമുക്ക് പിരിമുറുക്കം കൂടുതൽ അനുഭവപ്പെടും നമ്മൾ ആരോടൊന്നും മിണ്ടുന്നില്ലെങ്കിൽ. ഒരു ഓഫീസിലാണെങ്കിലൊക്കെ. അപ്പോൾ ആളുകളോട് ഹാപ്പിയായി, പ്ലസൻ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സംസാരിക്കാൻ, ആശയവിനിമയം നടത്താൻ സമയം കണ്ടെത്തുമ്പോൾ അത് നമ്മുടെ മനസ്സമാധാനത്തെ നേരിട്ട് സ്വാധീനിക്കുന്നു.